السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله ذي الجلال والإكرام، والصلاة والسلام على أشرف الأنام سيدنا وحبيبنا محمد وعلى آله وصحبه وتابعيه الفخام. ربي يسر ولا تعسر، ربي زدنا علما وحلما وعقلا وفهما وادبا كاملا، ربي تمم بالخير والسعادة. ബഹുമാന ആദരവുകൾ ഏറെയുള്ള ആദരണീയരായ ഷെയ്ഖുന മുഹമ്മദ് ഉസ്താദ് അവറുകൾ ദാമത്തു ബറക്കാത്തുഹു, ഈ പ്രസ്ഥാനത്തിൻ്റെ കാര്യദർശിയും ഈ മഹത്തരമായ സംവിധാനത്തെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രോജ്വലമായ ഒരു സന്ദേശമായി, അടയാളമായി ഇവിടെ പ്രവർത്തന നിരതമാക്കുന്ന ആദരണീയരും പ്രഗത്ഭരുമായ പണ്ഡിതർ, ബഹുമാനപ്പെട്ട ജഅഫർ ബാഖവി ഉസ്താദ് അവറുകൾ, അതോടൊപ്പം ഒമാനിൽ നിന്നും ഈ മഹത്തായ സദസ്സിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയരായ ഷെയ്ഖ് മുഹമ്മദ് അഹ്മദ് ഒമാനി ദാമത്ത് ബറക്കാത്തുഹും അവറുകൾ, അതോടൊപ്പം ഈ സദസ്സിന്റെ പ്രൗഢമായ അധ്യക്ഷ പ്രസംഗം അർത്ഥഗർഭമായ വാക്കുകളോടെ ഈ സദസ്സിനെ ധന്യമാക്കിയ ആദരണീയരായ ഹംസ ഉസ്താദ് അവറുകൾ, ജാമിയ ബദരിയുടെ പ്രഗത്ഭരായ പ്രകാശം, ഈ ഉള്ളവന്റെ കൂടെ ഗുരുനാഥരാണ്. അതുപോലെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ, ഇവിടെ വേദിയിലും സദസ്സിലും ആദരണീയരായ പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ സദസ്സ്. പരിശുദ്ധമായ ഇൽമിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ധാരാളം മുതഅല്ലിമുകളും ഈ മഹത്തായ സദസ്സിൽ സംഗമിക്കുന്നുണ്ട്. പരിശുദ്ധമായ ദീനിനെ സ്നേഹിക്കുന്ന, അതിൻ്റെ വഴിയിൽ പവിത്രമായി സ്ഥാപനത്തെ വല്ലാതെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഉലമാക്കളോട് മഹബത്ത് വെക്കുകയും നമുക്ക് ജീവിതത്തിന്റെ ചില അവസരങ്ങളിൽ ആത്മബന്ധമുണ്ടാകുന്നവരിലൂടെയാണ് നമ്മുടെ ഇൽമിയായ ദീനിയായ ബന്ധത്തിന്റെ തുടർച്ചകൾ ഉണ്ടാവുക. നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആദരണീയരായ ജഅഫർ ബാഖവി ഉസ്താദ് അവറുകളുമായി, അവിടുത്തെ ആദരണീയരായ ഗുരുനാഥരും ഷെയ്ഖുമായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉസ്താദ് അവറുകൾ ദാമത്തു ബറക്കാത്തുഹും ആയി നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ആത്മബന്ധത്തിന്റെ തുടർച്ചയിൽ പരിശുദ്ധമായ ദീനിനെ സ്നേഹിക്കുന്ന, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന വഴിയിൽ സഞ്ചരിക്കുന്ന ധാരാളം സ്വാലിഹീങ്ങളെ കൊണ്ടും സ്വാലിഹാത്തുകളെ കൊണ്ടും ഉമ്മമാരെ കൊണ്ടും സഹോദരിമാരെ കൊണ്ടും കുഞ്ഞനുജന്മാരെ കൊണ്ടും അനുജത്തിമാരെ കൊണ്ടുമൊക്കെ ആത്മീയമായി നിറവാർന്ന ഒരു വേദിയിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. ഓരോരുത്തരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മളെ എല്ലാവരെയും ഇവിടെ സംഗമിപ്പിച്ചതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട മുഴുവൻ പേരോടുമൊപ്പം അള്ളാഹുവിന്റെ റഹമത്തിന്റെ കേന്ദ്രമാകുന്ന പവിത്രമായ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെയും നമ്മളോട് ബന്ധപ്പെട്ടവരുടെയും ജീവിതത്തിൽ മനുഷ്യ സഹജമായി സംഭവിച്ച എല്ലാ അപരാധങ്ങളും റഹ്മാനായ റബ്ബ് അവന്റെ വലിയ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് വിട്ടുപുറത്തു മാഫ് നൽകുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിനും അവിടുത്തെ റസൂലിനും പിരിശപ്പെട്ട മാർഗത്തിൽ ആഫിയത്തോടെ ദീർഘായുസ്സായി ജീവിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കുമെല്ലാം അള്ളാഹു തൗഫീഖിനെ പ്രദാനിക്കുമാറാകട്ടെ. മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ ഉസ്താദുമാർ, മശായിഖുമാർ, ഒരുപക്ഷെ ജീവിതത്തിൽ നിന്നും വേർപെട്ടുപോയ ഇണകൾ, പ്രിയപ്പെട്ട മക്കൾ, സഹോദരി സഹോദരങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ആദരണീയരായ മുഹമ്മദ് ഉസ്താദ് അവറുകളുടെ പ്രിയങ്കരരും സ്നേഹധനരുമായ ജഅഫർ ബാഖവി ഉസ്താദ് അവറുകളുടെ കുടുംബങ്ങളിൽ നിന്നും മാതാപിതാക്കൾ വഴിക്ക്, ഇൽമിന്റെ വഴിക്ക് മൺമറഞ്ഞുപോയ മുഴുവൻ മഹാമനീഷികൾ, മുൻഗാമികൾ എല്ലാവർക്കും ഈ സദസ്സ് കൊണ്ട് അല്ലാഹു സന്തോഷം പ്രദാനിക്കുമാറാകട്ടെ. ആരെങ്കിലും ബർസഖിന്റെ ലോകത്ത് പ്രയാസപ്പെടുന്നവരുണ്ടോ? നമ്മൾ അറിയുന്നവരല്ല. ആരെങ്കിലും സങ്കടപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ നാം സംഗമിച്ചിരിക്കുന്ന ഈ മജ്ലിസിന്റെ ഇവിടെ ഒരുമിച്ച് കൂടിയ ഉലമാക്കളുടെ ബറക്കത്തുകളെ കൊണ്ട് അവരുടെ ഖബറുകളെല്ലാം അല്ലാഹു സ്വർഗമാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്.
കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരുപാട് നാളായിട്ടില്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മഹത്തായ സ്ഥാപനത്തിൽ വരാനും ആദരണീയരായ ഉസ്താദുമാരുടെ ആതിഥ്യം സ്വീകരിക്കുവാനും അവസരമുണ്ടായി. അൽഹംദുലില്ലാഹ്, ഇവിടെ നേരത്തെ വന്ദ്യരായ ഹംസ ഉസ്താദ് അവറുകൾ പരാമർശിച്ച ആദരണീയരായ ഷെയ്ഖുനാ നൂറുൽ ഉലമാ ഉസ്താദ് അവറുകൾ എൻ്റെ പിതാവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അബീ ഇൽമൻ വ നസബൻ, ഞാൻ പഠിച്ചതും എൻ്റെ വാപ്പയുടെ അടുക്കൽ നിന്നാണ്. ബഹുമാനപ്പെട്ടവർ എൻ്റെ പിതാവുമാണ്. ബഹുമാനപ്പെട്ട പിതാവരോടൊപ്പം ബഹുമാനപ്പെട്ട പാപ്പിനശ്ശേരിയിൽ ആദരണീയരായ മമ്മിക്കുട്ടി ഉസ്താദ് അവറുകൾ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഉലൂമിഹി ആമീൻ. ബഹുമാനപ്പെട്ടവരുടെ ദർസിൽ വന്യരായ ഷെയ്ഖുനാ നൂറുൽ ഉലമാ ഉസ്താദ് അവറുകൾ പഠിക്കുമ്പോൾ അവിടെ സഹപാഠിത്വത്തോടെ, ക്ലാസുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരേ ദർസിൽ പഠിച്ചവരാണ് ആദരണീയരായ മുഹമ്മദ് ഉസ്താദ് അവറുകൾ. ആ ഒരു സ്നേഹബന്ധത്തിൽ ഇവിടെ വരികയും വന്യരായ ഷെയ്ഖുനയുടെ 15ാമത്തെ ആണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് 14 വർഷങ്ങൾ പൂർത്തിയായി അടുത്ത് വരാൻ പോകുന്നത് 15ാമത് ആണ്ടാണ്. എല്ലാത്തിനേക്കാളും എല്ലാം ഉപരിയായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ 1500ാം ജന്മദിനമാണ് ഈ പവിത്രമായ ഹിജ്റ വർഷത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യമാണല്ലോ നമ്മുടെ സനദ് സമ്മേളനം. സനദ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഷെയ്ഖുനാ വരെ എന്നൊരു പ്രയാണത്തിൽ എന്ന ഒരു പ്രമേയത്തിൽ മഹാന്മാരായ ഉസ്താദുമാരെ, ഷെയ്ഖുന പഠിച്ച ഗുരുനാഥന്മാരെയും അവിടുത്തെ ഗുരുനാഥന്മാരെയും സാധ്യമാകുന്നിടത്തോളം സിയാറത്ത് ചെയ്തുകൊണ്ടും സഹപാഠികളെ കണ്ടുകൊണ്ടും കൂടിച്ചേർന്നുകൊണ്ടുമുള്ള ഒരാത്മീയമായ യാത്രക്ക് ബഹുമാനപ്പെട്ട ജാമിയ ബദരിയിലെ ഈ വർഷം സനദെടുക്കുന്ന മക്കളുമായി ഞങ്ങൾ അവിടുത്തെ ഉസ്താദന്മാരായി ഖിദ്മത്തെടുക്കുന്നവർ ഒരു സഞ്ചാരമുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. അതിന്റെ ഭാഗമായി ഇവിടെ വന്നു. ആദരണീയരായ ഉസ്താദുമാർ, മുഹമ്മദ് ഉസ്താദ് അവറുകൾ, ജാഫർ ഉസ്താദ് അവറുകൾ ഒക്കെ ഞങ്ങളൊക്കെ അർഹിക്കുന്നതിനേക്കാൾ ഏറെ പരിഗണനകളോടെ ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങളെ ആ നിലക്ക് സൽക്കരിക്കുകയും എല്ലാം ചെയ്തു. റഹ്മാനായ റബ്ബ് കബൂലാക്കുമാറാകട്ടെ. ആ ഒരു ബന്ധത്തിന്റെ തുടർച്ചയിൽ ഒരിക്കൽ കൂടെ ഇവിടെ സംഗമിക്കാൻ ഇവിടെ ആദരണീയരായ ഹംസ ഉസ്താദ് അവറുകൾ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. വന്യരായ ഷെയ്ഖുനയുടെയും അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാകുന്ന, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാകുന്ന ഉമ്മുൽ ഉലമ എന്നാണ് ബഹുമാനപ്പെട്ടവർക്ക് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട ബുഖാരി തങ്ങളവറുകൾ, കടലുണ്ടി അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഏകോപിതമായി പങ്കെടുത്ത ഒരു സദസ്സിൽ ഉമ്മുൽ ഉലമ എന്നാണ് മാതാവിന് നാമകരണം ചെയ്തത്. അവരുടെയൊക്കെ വലിയൊരു പൊരുത്തത്തിന്റെ തുടർച്ചയിലായി ഇവിടെയൊക്കെ വരാനും വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം സംഗമിക്കാനും സാധിച്ചു എന്നത് അള്ളാഹു നൽകിയ വലിയൊരു ഉദവിയായി, വലിയൊരു തൗഫീഖായി നമ്മൾ മനസ്സിലാക്കുകയാണ്. സനദ് എന്ന് പറയുമ്പോൾ അത് പാരമ്പര്യമായ ഒരു ദർസി വിജ്ഞാനത്തിന്റെ തുടർച്ചയിൽ കടന്നു വരുന്ന ഒരു മഹത്തായ ദീനിന്റെ ആത്മീയതയുടെ വലിയൊരു വെളിച്ചമാണ്. എല്ലാവർക്കും എല്ലാ സനദും ഉണ്ടാവുകയില്ല. ചിലർക്ക് ചില കാര്യങ്ങളിലാണ് പ്രധാനമായ പ്രാഗൽഭ്യം ഉണ്ടാവുക. പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും ഈ സനദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്ദഖുഹും അബൂബക്കർ വഅദലുഹും ഉമർ വഅഹ്യാഹും ഉസ്മാൻ വഖലാഹും അലി ഇബ്നു അബീ ത്വാലിബ് വഅഫ്റദുഹും സയ്യിദ് ഇബ്നു സാബിത് അലാ ഇൻ വഖറഉഹും ഉബയ്യ് ഇബ്നു കഅബ് അലാ ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീന വഅമീനു ഹാദിഹിൽ ഉമ്മത്തി അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബാക്കൾ എല്ലാവരും ഉന്നതമായ ഗുണമൂല്യങ്ങളെ കൊണ്ട്, സ്വഭാവങ്ങളെ കൊണ്ട് സവിശേഷിതരാകുമ്പോ, അവരാദരണീയരാകുമ്പോ അവരുടെ ചില പ്രത്യേകമായ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന സനദ് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ പരിശുദ്ധമായ നാവ് കൊണ്ട് പറയുകയാണ്. എന്റെ സ്വഹാബാക്കൾ മുഴുവനും സിദ്ഖിയ്യത്ത് കൊണ്ട് തിളങ്ങിയവരാണ്. അതോടൊപ്പം എന്റെ സ്വഹാബത്തിൽ സിദ്ഖിയ്യത്തിന് പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു മഹാവ്യക്തിത്വമുണ്ട്. അത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളവരുകളാണ്. എന്റെ സ്വഹാബാക്കളെല്ലാം അദാലത്ത് കൊണ്ട് വിളങ്ങിയവരാണ്. എന്നിരിക്കുമ്പോഴും ലോകത്തെപ്പോഴും അദാലത്തിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും ഒരു പരാതി പറയാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ അദാലത്തിന്റെ ഒരു ദർശനമായി അവതരിപ്പിക്കപ്പെടുന്ന മഹാവ്യക്തിത്വം ഉണ്ടാകും. അത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളവരുകളായിരിക്കും.
എന്റെ സ്വഹാബാക്കളെല്ലാം തെറ്റുകളെ ചെയ്യുന്നതിനെ തൊട്ടങ്ങേയറ്റം വിരാമിച്ചു നിൽക്കുന്ന ആദരണീയമായ ലജ്ജാശീലരായ ആളുകളാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ കേവലം നിലത്തേക്ക് നോക്കുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല. എന്താണ് യഥാർത്ഥ ലജ്ജ എന്ന് പറഞ്ഞാൽ? തെറ്റ് ചെയ്യുന്നതിനെ തൊട്ട് പൂർണ്ണമായി അകന്നു നിൽക്കുന്ന മാനസികമായ ഭാവത്തിനാണ് ലജ്ജ എന്ന് പറയുന്നത്. അത് പരസ്യങ്ങളിൽ മാത്രമല്ല, രഹസ്യത്തിന്റെ അങ്ങേയറ്റത്തും ആരും കാണില്ലെന്നതും അള്ളാഹു കാണുന്നുണ്ടല്ലോ. എന്റെ ജീവിതത്തെ മുഴുവനും അള്ളാഹു ചൂഴ്ന്നു നിൽക്കുന്നവരാണല്ലോ എന്ന തിരിച്ചറിവിൽ തെറ്റുകൾ ചെയ്യുന്നതിനെ തൊട്ട് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കലാണ് സമ്പൂർണമായ ഹയാ. ആ ഹയാഇന്റെ ചൈതന്യം തിളങ്ങി നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പുതിയാപ്പള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിലാണ്. ഖളാഇന്റെ മൻസിബിൽ ഉന്നതരാണ് എന്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ. അതിൽ തന്നെ പ്രധാനപ്പെട്ടവരാണ് സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിന്റെ അറിവിന്റെ വിഷയത്തിൽ, പാരായണത്തിന്റെ വിഷയത്തിൽ എന്റെ സ്വഹാബാക്കൾ എല്ലാവരും സവിശേഷമായ ഗുണമുള്ളവരാണ്. എന്നിരിക്കലും അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് കൊണ്ട് പരാമർശിച്ചാൽ അത് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് എന്നവരാണെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ആ പരിശുദ്ധമായ ഹദീസിനെ ഇങ്ങനെ ഉപസംഹരിക്കുന്നതായി നമുക്ക് കാണാം. അലാ ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീന, എല്ലാ ഉമ്മത്തിനും അമാനത്ത് കൊണ്ട്, ഉത്തരവാദിത്തത്തെ കൊണ്ട് ഏൽപ്പിക്കപ്പെടുന്ന ചില പ്രത്യേകമായ വ്യക്തിത്വങ്ങൾ ഉണ്ടാകും. എന്റെ ഉമ്മത്തിൽ അമീൻ എന്ന് പറയുന്ന പ്രത്യേകമായ സനദ് കൊണ്ട് ഞാൻ പുരസ്കരിക്കുവാനും ആശംസിക്കുവാനും ഉദ്ദേശിക്കുന്നത് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച മഹത്തരമായ ഒരു മാതൃകയുടെ തുടർച്ചയിലാണ് ലോകത്തെമ്പാടും മഹനീയമായ സനദ് ദാന സമ്മേളനങ്ങൾ നടക്കുന്നത്. ഈ ഉമ്മത്തിന് ഒന്നാകെ നൽകിയ ഒരു സനദ് ഉണ്ടല്ലോ, ഈ ഉമ്മത്തിനൊന്നാകെ നൽകിയ ഒരു സനദ്, ഉമ്മത്തിന് ഒന്നാകെ നൽകിയ സനദ് എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ നുഖ്രിജത് ലിന്നാസ്, ലോകത്തിലേക്ക് മാലോകർക്ക് വേണ്ടി എപ്പോഴും യാത്രയാക്കപ്പെട്ട ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ഏതാണ് ശരിയായ ആദർശം, ഏതാണ് മഹത്വപൂർണമായ വഴി, ഏതാണ് അബദ്ധത്തിൽ പുജിക്കപ്പെടേണ്ട, തെറ്റിനെ തൊട്ട് വർജിക്കപ്പെടേണ്ട, പാടില്ലാത്ത അരുതാത്ത വഴി ഏതാണ് എന്ന് ആളുകൾക്ക് മാർഗം കാണിക്കുന്ന ഒരു ഉമ്മത്ത്, ലോകത്തിലേക്ക് കടന്നു വന്ന ഉമ്മത്തുകളിൽ ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന ജനതതികളിൽ, സമൂഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമത്തായ സമൂഹമേത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിക്കുന്നു, അത് ഉമ്മത്തെ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖുർആൻ പറയുന്നില്ലേ, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു, അല്ലാഹുവിന്റെ റസൂലേ, മസ്ജിദ് ഖുബായിൽ ഒരു വിഭാഗം ആളുകൾ ഇരിക്കുന്നു, അവർക്ക് പരിശുദ്ധമായ ഖുർആൻ ഒരു സനദ് പ്രഖ്യാപിക്കുകയാണ്. അവർ ത്വഹാറത്തിന്റെ പ്രവർത്തനത്തിൽ, ഭൗതികമായ ശൗച പ്രവർത്തനങ്ങളിലും ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലും മാത്രമല്ല, ഖൽബിയായ മാനസികമായ ശൗച പ്രവർത്തനങ്ങളിലും ശുദ്ധ പ്രവർത്തനങ്ങളിലും അവർ വല്ലാതെ ഇഷ്ടം വെക്കുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറയുന്നു. ഇങ്ങനെ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു മഹത്തായ സംസ്കാരത്തിന്റെ തുടർച്ചയിലാണ് ഈ മഹത്തായ ജാമിയുടെ അകത്തലത്തിൽ നമ്മളൊരു സനദ് ദാന സമ്മേളനത്തിന്റെ മുഖതാവിൽ നിൽക്കുന്നത് എന്നെന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ ഒരാവർത്തി കൂടെ നമ്മൾ വായിക്കുകയാണ്. അവിടെയാണ് ദർസി പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ദർസി പാരമ്പര്യം? നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ ഇവിടുത്തെ സ്വഹാബത്തിന് നൽകിയ, എല്ലാവർക്കും ഒരുപോലെ നൽകിയ ഒരു മഹത്തായ സനദുണ്ടല്ലോ, ആ സനദാണ് എന്താണ് ദർസ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ഭൗതികമായ വിദ്യാഭ്യാസം ധാരാളമുണ്ട്. ഭൗതികമായ വിദ്യാഭ്യാസം പഠിച്ച് ഒരാൾക്ക് എവിടം വരെ എത്തിച്ചേരാൻ സാധിക്കും. ഒരാൾ പഠിച്ചാൽ, ഒരാൾ രസതന്ത്രം പഠിച്ചാൽ ഏതുവരെയാണ് അവന്റെ രസതന്ത്രത്തിന്റെ പഠനം? ഒരാൾ കെമിസ്ട്രി പഠിച്ചാൽ, ഒരാൾ ഫിസിക്സ് പഠിച്ചാൽ അവന്റെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമകാഷ്ഠയായിട്ട് ഇന്ന് ഭൗതികമായ ലോകത്ത്, ഭൗതികമായ ലോകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല, ആകാശത്തിന്റെ താഴെ, ഭൂമിക്ക് മുകളിൽ, ഈ ഭൗമലോകത്ത് ഒന്നാകെ നമ്മൾ പരിശോധിച്ചാൽ ഭൗതികമായ പഠനങ്ങളുടെ അങ്ങേയറ്റം എന്ന് നമ്മൾ വിലയിരുത്തുന്നത് എപ്പോഴാണ്? ഒരാൾ കെമിസ്ട്രിയിൽ വലിയ പ്രഗത്ഭനായി തീർന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരാൾ ഫിസിക്സിൽ പരമയോഗ്യനായി തീർന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരാൾ മെഡിസിനിൽ പരമയോഗ്യനായി തീർന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരാൾ ലിറ്ററേച്ചറിൽ പരമയോഗ്യനായി തീർന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? മാലോകരെല്ലാം ഒരു കോറസ് പോലെ പറയുന്നു, ഒരാൾ പരമയോഗ്യനായി തീരണമെങ്കിൽ ലോകമാദരിക്കുന്ന നോബൽ സമ്മാനം അവന് ലഭിക്കണമത്രേ. അവന് നോബൽ സമ്മാനം ലഭിക്കണം. ഫലസ്തീനിന്റെ പ്രശ്നത്തിന് പരിഹാരമായപ്പോൾ താൽക്കാലികമായി 42 ദിവസം ശ്വാസം വിടാൻ ആ പാവപ്പെട്ട മക്കൾക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായപ്പോ ലോകമാധ്യമങ്ങൾ എഴുതി, ഗസയിൽ 42 ദിവസത്തേക്കാണെങ്കിലും സമാധാനത്തെ കൊണ്ടുവന്ന ഖത്തറിന്റെ പ്രധാനപ്പെട്ട
ബഹുമാനപ്പെട്ട അമീർ മഹാനായ അമീർ അൽ ഥാനിക്ക് അദ്ദേഹത്തിന് നോബൽ സമാധാനത്തിന്റെ നോബൽ സമ്മാനം കൊടുക്കണമെന്ന്. എന്ത് നോബൽ സമ്മാനമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്ത് നോബൽ സമ്മാനം! ആൽഫ്രഡ് നോബലിന്റെ ചരിത്രം എന്താണ്? 1896 ആൽഫ്രഡ് നോബൽ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോകുന്നത്. അയാൾ പ്രഗത്ഭനായ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, വലിയ കണ്ടുപിടുത്തക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ നിരന്തരമായ പര്യവേക്ഷണങ്ങളും അന്വേഷണങ്ങളും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. അദ്ദേഹം ഡൈനാമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എക്സ്പ്ലോഷൻ പവറുള്ള ഒരു മൂലകത്തെ കണ്ടെത്തുവാനുള്ള നിരന്തരമായ പരിശ്രമം എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന പരിശ്രമം. ആ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം എക്സ്പ്ലോഷൻ പവർ ഉള്ളതായ ഡൈനാമിക്കിനെ അയാൾ കണ്ടെത്തി. അയാൾ ഡൈനാമിക് കണ്ടെത്തിയപ്പോ അതുവരെ കേവലം തോക്കുകൊണ്ട്, കേവലം വാളുകൊണ്ട്, കേവലം വാരിക്കുന്തങ്ങളെ കൊണ്ട്, കേവലം ചാട്ടുളികളെ കൊണ്ട് യുദ്ധം ചെയ്തിരുന്ന ആളുകൾക്ക് ഒരു ബോംബ് ഒരു ജനസാന്ദ്രമായ പ്രദേശത്ത് വർഷിച്ചാൽ നൂറുകണക്കിന് ആളുകളെ പെട്ടെന്ന് കൊലപ്പെടുത്തിക്കൊണ്ട് യുദ്ധത്തിൽ മേൽക്കൈ നേടാൻ കഴിയുമെന്ന സാഹചര്യം ഉണ്ടായി. ആൽഫ്രഡ് നോബൽ എന്താണ് ചെയ്തത്? ലോകത്തിലെ അധികാരം കുതിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് അയാളുടെ കണ്ടുപിടുത്തം അയാൾ കൈമാറി. ലോകത്ത് ധാരാളം സാമ്രാജ്യത്വ ശക്തികൾ അത് കൈപ്പറ്റി. ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ. ഇന്ന് നമ്മൾ 2025 ജനുവരി മാസം 26-ാം തീയതി ഈ വിഷയത്തെ നമ്മൾ മുഖാമുഖം നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൽഫ്രഡ് നോബലിന്റെ കണ്ടുപിടുത്തം കാരണമായി കോടിക്കണക്കിന് ആളുകൾ ലോകത്ത് മരണപ്പെട്ട് കഴിഞ്ഞു. കോടിക്കണക്കിന് ആളുകൾ ലോകത്ത് മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പരീക്ഷണ ശ്രമങ്ങളിലൊന്നിൽ 1896 നിങ്ങൾ അടയാളപ്പെടുത്തണം ആൽഫ്രഡ് നോബൽ ഈ ലോകത്ത് നിന്നും മരണപ്പെട്ടു പോകുന്നത്. പക്ഷേ അതിനേക്കാൾ 6 വർഷം മുമ്പ് 1888 അദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണ ബോംബ് സ്ഫോടനത്തിൽ, കൃത്രിമമായി ഉണ്ടാക്കിയ പരിമിതമായ സ്ഫോടനത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ലുഡിങ് ആ ബോംബാക്രമണത്തിൽ മരണപ്പെട്ടുപോയി. ആ ബോംബാക്രമണത്തിൽ മരണപ്പെട്ടതിന് ശേഷം ഫ്രഞ്ച് പത്രങ്ങളിൽ വാർത്ത അച്ചടിച്ചു വന്നു. ആളുകൾ തെറ്റിദ്ധരിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരനല്ല, മരിച്ചത് നോബൽ തന്നെയാണ് എന്നാണ് ആളുകൾ തെറ്റിദ്ധരിച്ചത്. വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താണെന്നറിയാമോ? ദ മർച്ചന്റ് ഓഫ് ഡെത്ത് ഡൈഡ്, മരണത്തിന്റെ വ്യാപാരി മരിച്ചിരിക്കുന്നു എന്ന്. മരണത്തിന്റെ വ്യാപാരി മരിച്ചിരിക്കുന്നു, ആൽഫ്രഡ് നോബൽ മരിച്ചിരിക്കുന്നു എന്ന് പത്രത്താളുകളിൽ വാർത്ത വായിച്ചപ്പോ അയാൾക്ക് സങ്കടമുണ്ടായി. ഞാൻ ഈ ലോകത്ത് നിന്ന് മരിക്കുമ്പോൾ അത് ഏതു തരത്തിലുള്ള മരണമാണെങ്കിലും മരണത്തിന്റെ വ്യാപാരി എന്നാണല്ലോ എന്നെ കുറിച്ച് വിലയിരുത്താൻ പോകുന്നത് എന്ന് ധരിച്ചു വശായ അയാളുടെ മുഴുവൻ സമ്പത്തുക്കളും വേണ്ടെന്ന് വെച്ചു. എന്നെ കുറിച്ച് നാളെ ലോകത്ത് പറയുമ്പോ മരണത്തിന്റെ വ്യാപാരി എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് തന്റെ സമ്പത്തിന്റെ സിംഹഭാഗവും രസതന്ത്രത്തിനും ഫിസിക്സിനും കെമിസ്ട്രിക്കും മെഡിസിനും ലിറ്ററേച്ചറിനും അവസാനമായി ലോകത്ത് സമാധാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും വേണ്ടി സമ്മാനം നൽകിയ ചരിത്രമാണ് ആൽഫ്രഡ് നോബലിനുള്ളത് എങ്കിൽ ആ നോബൽ സമ്മാനം കോടിക്കണക്കിന് ആളുകളുടെ, നിരപരാധികളുടെ നിണമണക്കുന്ന, ചോരമണക്കുന്ന, നിരപരാധികളെ കൊലപ്പെടുത്തിയ ആ കണ്ടുപിടുത്തത്തിന്റെ തുടർച്ചയിൽ ലഭിച്ച സ്ഥാവര ജംഗമ സ്വത്തുക്കൾ വിറ്റുകൂട്ടിയുണ്ടാക്കിയ നോബൽ സമ്മാനം നേടൽ അതൊരിക്കലും ഒരാളുടെ കണ്ടുപിടുത്തത്തിന്റെയും വിജ്ഞാനത്തിന്റെയും മാനദണ്ഡമാകുന്നില്ല. അവിടെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നത്. അവിടെയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഏതൊരു കണ്ടുപിടുത്തവും നിനക്ക് നടത്താം, ഏതൊരു കാര്യവും നിനക്ക് പഠിക്കാം, ഏതൊരു കാര്യവും നിനക്ക് വായിക്കാം, ഏതൊരു പരിശോധനയും പരീക്ഷണങ്ങളും നിനക്ക് നടത്തിക്കൊണ്ടുപോകാം. പക്ഷേ അവിടെ ഒരു മാനമുണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. എന്താണ് ആ മാനദണ്ഡം? ആദ്യ വചനത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചസ്സുകളിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഖുർആനിലൂടെ തെറ്റിപ്പെടുത്തി. അതെന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റാത്തതൊന്നും, സൃഷ്ടിച്ചവനായ റബ്ബിനെ ഓർത്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതൊന്നും, സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നാമത്തെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തതൊന്നും നീ ചിന്തിക്കുവാൻ പാടില്ല. ഒരു നിരപരാധനെ കൊല്ലുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് കൊന്നാൽ അങ്ങനെയാണ് അവൻ കൊലപാതകം പ്രവർത്തിക്കുന്നതെങ്കിൽ അനങ്ങേയറ്റം ഗുരുതരമായ ഒരു പാപമാണ്. മദ്യം കുടിക്കാൻ പാടില്ലാത്തതാണ്. മദ്യം കുടിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് മദ്യം കുടിച്ചാൽ അത് പാടില്ലെന്ന് മാത്രമല്ല, ഒരു ഹറാമായ പ്രവർത്തനത്തിന്റെ ആമുഖത്തിൽ അവൻ ബിസ്മി ചൊല്ലിയാൽ ഫഖദ് കഫർ, അവർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകും. അവിടെയാണ് പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനങ്ങൾ
എന്തും നീ പഠിക്കുമ്പോൾ, എന്ത് പരിശോധനകളും നീ നടത്തുമ്പോൾ, എന്ത് പരീക്ഷണങ്ങളും നീ നടത്തുമ്പോൾ, ആ പരീക്ഷണങ്ങളിൽ ആത്മാവ് തമ്മിലൊരു ബന്ധമുണ്ടാകണം. അതാണ് ആത്മീയ വിദ്യാഭ്യാസം. ആ ആത്മാവ് ആരോടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? നബിയേ, ലോകത്തോടങ്ങ് പറയുക, എല്ലാ ആത്മാവും ബന്ധപ്പെട്ട് കിടക്കുന്നത് റബ്ബിനോടാണ്. റബ്ബിനോട് നിതാന്തമായി ബന്ധമുള്ള, റബ്ബിനെ ഓർക്കുന്ന പഠനത്തിലൂടെ വേണം സഞ്ചരിക്കാനെന്ന് ഖുർആനിന്റെ ആദ്യ കൽപ്പനയിൽ ആദ്യ സംബോധകരും ലോകത്തിന്റെ നേതാവുമാകുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഠിപ്പിച്ചു. അതാണ് ആത്മീയ വിദ്യാഭ്യാസം. ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ പോകുമ്പോ എങ്ങനെയാണ് ആ സ്വഹാബാക്കൾ? അവരാരായിരുന്നു? അവർ മദ്യപിക്കുന്നവരായിരുന്നു. അവരാരായിരുന്നു? അവർ കൊലപാതകം നടത്തുന്നവരായിരുന്നു. അവരാരായിരുന്നു? നിരപരാധികളെ മർദ്ദിക്കുന്നവരായിരുന്നു. അവരാരായിരുന്നു? പതിറ്റാണ്ടുകളോളം നിസ്സാരപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി സംഘർഷിക്കുന്നവരും കലാപം ഉണ്ടാക്കുന്നവരും ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുന്നവരുമായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന മഹത്തായ വ്യക്തിത്വം ഗുരുനാഥൻ കടന്നു വന്നപ്പോ എന്താണ് ഗുരുവിന്റെ പ്രവർത്തനം? ഗു എന്ന് പറഞ്ഞാൽ അന്ധകാര നിബിഡമായ, ആ വിജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത അന്ധകാരത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ഗു. രു എന്ന് പറഞ്ഞാൽ അന്ധകാരം ഒഴിവാകുന്ന വിജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന വെളിച്ചമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന ആ ഗുരു അവരിലേക്ക് കടന്നു വന്നപ്പോ അവരുടെ മദ്യപാനം അവസാനിച്ചു, അവരുടെ ആഭിചാരം അവസാനിച്ചു, അവരുടെ വ്യഭിചാരം അവസാനിച്ചു, അവരുടെ കൊലപാതകം അവസാനിച്ചു, അവരുടെ ശരിയല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചു. അവരാരായി മാറി? ലോകത്തിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന മനുഷ്യവർഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, ഞാൻ അവരെ സംസ്കൃതരാക്കി തീർത്തിരിക്കുന്നു, എന്നോടവർ ബന്ധപ്പെട്ടിരിക്കുന്നു. ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് നൽകപ്പെട്ട പേര് സത്യത്തിൽ തിൽമീദ് എന്നല്ല, മുത്തഅല്ലിം എന്നുപോലുമല്ല. അത് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഇവിടെ വിഷയാവതരണത്തിൽ വിഷയത്തിന്റെ തലവാചകം സൂചിപ്പിക്കുന്നത് പോലെ ദർസി സംസ്കാരമാണ്. അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം അങ്ങേയറ്റം സുഹ്ബത്ത്, അസ്ഹാബ് എന്നാണല്ലോ പദപ്രയോഗം. നബിതങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ട് ജീവിതത്തെ ചേർത്ത് വെക്കുന്ന ഒരു സംസ്കാരമാണ് അവിടെ ഉണ്ടായത്. അവർ അള്ളാഹുവിന്റെ പ്രവാചകനെ അങ്ങേയറ്റം സുഹബത്ത് കെട്ടിയപ്പോ നബിതങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും. ഞാനൊന്ന് പറഞ്ഞു വച്ചേക്കാം, എന്റെ സ്വഹാബാക്കളുണ്ടല്ലോ, ജീവിതത്തിന്റെ ഇന്നലകളിൽ ഒരുപാട് അധർമ്മങ്ങളിലൂടെ, ഒരുപാട് അനീതികളിലൂടെ, ഒരുപാട് പോരായ്മകളിലൂടെ സഞ്ചരിച്ച എന്റെ സ്വഹാബത്ത് അവരെന്നോടൊപ്പം സുഹബത്ത് കെട്ടിയപ്പോൾ അവരില്ലാരെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെയല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെയല്ല, അലിയാർ തങ്ങളെയല്ല, ഇബ്നു മസ്ഊദ് തങ്ങളെയല്ല, സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളെയല്ല, റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. എന്നോട് സുഹബത്ത് കെട്ടാൻ അവസരമുണ്ടായ ഏതൊരു സ്വഹാബിയെ നിങ്ങൾ പിൻപറ്റിയാലും ഇഹ്തദൈതും, നിങ്ങൾ മാർഗം സിദ്ധിച്ച നല്ല സ്വർഗപ്രാപ്തരായ ആളുകളായി തീരും. അതാ ദർസിന്റെ സുഹബത്തിന്റെ ബറക്കത്താണ്. ആ സുഹബത്തിന്റെ മഹത്തായ ബറക്കത്താണ്. അതാണ് ആ സുഹബത്തിലൂടെയാണ് ഇൽമിന്റെ കൈമാറ്റം യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത്. ആ സുഹബത്തിലൂടെ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഒന്നിരായ ഹംസ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ ഗുരുനാഥന്മാരിലേക്ക് ചേർന്ന് നിന്ന് അവരുടെ തലപ്പ, അവരുടെ വേഷം, അവരുടെ സംസാരം, അവരുടെ അദബ്, അവരുടെ വറഅ്, അവരുടെ തഖ്വ, അവരുടെ ഇഖ്ലാസ്, അവരുടെ ആത്മാർത്ഥത എല്ലാം ആ മഹാന്മാരായ ഗുരുനാഥന്മാരിൽ നിന്നും അതങ്ങനെ തന്നെ പകർത്തിയെടുക്കുമ്പോഴാണ് ആ സുഹബത്തിന്റെ സമ്പൂർണതയെ പ്രാപിക്കുന്നത്. അപ്പോഴാണ് ആ ഗുരുനാഥനിൽ നിന്നും ഉസ്താദ് അവറുകൾ പറഞ്ഞു വെച്ച അൽഫിയുടെ ബൈത്ത് പാടിയിട്ട് അതിന്റെ ഉദാഹരണത്തിലേക്ക് വന്നപ്പോ മനോഹരമായ ഒരു ഉദാഹരണം കണ്ടില്ലേ? അബൂ യൂസുഫ് എന്നവർ രണ്ടാമത് വരേണ്ടതാണ്, അബൂ ഹനീഫത്ത് എന്നവർ റളിയല്ലാഹു അൻഹുമാ ഒന്നാമത് വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കഥ കൂടെ പഠിക്കണം. എങ്ങനെയാണ് അബൂ ഹനീഫത്ത്, അബൂ യൂസുഫ്, അബൂ ഹനീഫത്ത്, അബൂ യൂസുഫ എന്ന് പറയുന്ന ആ പ്രയോഗത്തെ കുറിച്ച് പറയുമ്പോൾ അബൂ യൂസുഫ് എന്നവർ അബൂ ഹനീഫത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയാണ്. അബൂ യൂസുഫ് എന്നവരുടെ ജീവിതം അബൂ ഹനീഫത്ത് എന്നവരെ പോലെ തുല്യമായതാണ് എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ഒരു ഉമ്മ തന്റെ പൊന്നുമോന്റെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ആ ഉമ്മയുടെ വേല എന്താണെന്ന് അറിയാമോ? ആളുകളുടെ വസ്ത്രം കഴുകി കൊടുക്കുന്ന അലക്കുകാരിയായ ഒരു ഉമ്മയാണ്.
ആ ഉമ്മ മോന്റെ കൈ പിടിച്ചു കൊണ്ടുപോകുമ്പോ ഒരു പണ്ഡിതൻ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ പണ്ഡിതൻ ആ മകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ മകന്റെ മുഖത്തൊരു നിഷ്കളങ്കമായ മുഖമുണ്ട്. ഒരു ഭാവിയെ കുറിച്ചുള്ള ശോഭനമായ ചില ലക്ഷണങ്ങളുണ്ട്. ആ ഉമ്മയോട് ചോദിച്ചു, ഈ മോനെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ആ ഉമ്മ പറഞ്ഞു, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, എന്റെ മോനെ അലക്ക് തൊഴിൽ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഇവൻ അലക്കി വെളുപ്പിച്ച് ആ പണി നന്നായി ഉപയോഗിച്ച് പഠിച്ചാലാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കുന്ന വകുപ്പ് കണ്ടെത്താൻ നിർവാഹമുള്ളൂ. ഇവനെ നോക്കാൻ വേറെ ആരുമില്ല, ഇവനെ സംരക്ഷിക്കാൻ എന്റെ സാമ്പത്തികമായ പ്രാപ്തിയും പര്യാപ്തമല്ല. ബഹുമാനപ്പെട്ട ആ മഹാപണ്ഡിതൻ പറഞ്ഞു, അവനെ വിടൂ, അവനെ എനിക്ക് തരൂ, എനിക്ക് തരൂ, ആ മോനെ എനിക്ക് തരൂ. മഹാനായ മുഹമ്മദ് ഉസ്താദ് അവരുകൾ ഒരു മോനെ കാണുമ്പോൾ പറയുന്നു, ആ മകനെ എനിക്ക് തരൂ, ആ ഗുരുനാഥന് മുമ്പിൽ സമർപ്പിക്കൂ എന്നാണ്. ആ മോനെ എനിക്ക് തരൂ, അവനെ ഞാൻ പഠിപ്പിക്കാം, അവനെ ഞാൻ ഒരു പണ്ഡിതനാക്കാം, അവനിൽ ഞാൻ ചില പ്രധാനമായ ശുഭലക്ഷണങ്ങൾ കാണുന്നു. അവനെ പ്രഗത്ഭവാനാക പണ്ഡിതനാക്കി ആരാക്കി തീർക്കുമെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഖലീഫമാർ, ചക്രവർത്തിമാർ കഴിക്കുന്ന ഫലൂദ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഫലൂദജ്, അത് കഴിക്കുന്ന വലിയ പണ്ഡിതനാക്കി അവനെ ഞാൻ മാറ്റാം. ആ പൊന്നുമോനെ ആ കാഴ്ചക്കാരനായ പണ്ഡിതന് സമർപ്പിക്കപ്പെട്ടു. ആ മോനെ പഠിപ്പിച്ചു 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 വലുതാക്കി അവൻ പ്രഗത്ഭവാനാക പണ്ഡിതനായി വളർന്നു. ആ മഹാപണ്ഡിതന്റെ പേരാണ് അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആ പണ്ഡിതനെ വിളിച്ചു കൊണ്ടുപോയ പ്രഗത്ഭവാനാക പണ്ഡിതന്റെ പേരാണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്ത് റളിയല്ലാഹു തആല അൻഹു അവറുകൾ. അബൂ യൂസുഫ് തങ്ങൾ അവറുകൾ വലിയ വലിയ ചക്രവർത്തിമാർ വിരുന്ന് സൽക്കാരത്തിന് വിളിച്ച് അവിടുത്തെ ഇൽമിന്റെ ഗരിമ കൊണ്ട്, അവിടുത്തെ ഇൽമിന്റെ അന്തസ് കൊണ്ട് ബഹുമാനപ്പെട്ടവരെ വലിയ വലിയ സദസ്സിലേക്ക് വിളിച്ച് സൽക്കരിച്ചിട്ട് ഫലൂദ എടുത്ത് കടിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂ യൂസുഫ് തങ്ങൾ പറയുമായിരുന്നു, ഇതെന്റെ ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥർ എന്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. കേവലം ഒരു അലക്കുകാരനായി മാറേണ്ടിയിരുന്ന എന്നെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് എനിക്ക് നൽകുക പൊന്നുമോനെ, ചക്രവർത്തിമാർ കടിക്കുന്ന ഫലൂദ കടിക്കുന്ന മഹാപണ്ഡിതനാക്കി അവനെ ഞാൻ മാറ്റാമെന്ന് എന്റെ ഗുരുനാഥൻ എന്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. ഞാൻ ഈ കടിക്കുന്ന ഫലൂദജ് എന്ന് ബഹുമാനപ്പെട്ട അബൂ യൂസുഫ് തങ്ങളവറുകൾ പറയുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അതാണ് ഇൽമിന്റെ കൈമാറ്റം എന്ന് പറഞ്ഞാൽ. ആത്മാർത്ഥരായ ഗുരുനാഥന്മാരിൽ നിന്നും ആത്മാർത്ഥരായ ശിഷ്യന്മാർ ഉണ്ടാകുന്നു. ആത്മീയമായ ബന്ധങ്ങളിൽ പകരം വെക്കാൻ കഴിയാത്ത, തുലനം ചെയ്യാൻ കഴിയാത്ത ശോഭനമായ, മഹനീയമായ, അനന്തമായ, അനശ്വരമായ ഉദാഹരണങ്ങൾ ഉണ്ടാകുന്നു. ഇൽമിൽ പണിയെടുക്കുന്നവരെ, ഉലമാക്കളെ, നിങ്ങൾ ഒരിക്കലും സ്വന്തം കുറവുകളെ കുറിച്ച് ചിന്തിക്കുവാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കരുത്. അപകർഷത്വം ഒരിക്കലും ഉലമാക്കൾക്ക് വന്നുകൂടാ, മുതഅല്ലിമീങ്ങൾക്ക് വന്നുകൂടാ. ഏറ്റവും മഹനീയമായ ഒരു കർമ്മമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നോക്കൂ നിങ്ങൾ, സുബൈദ അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവ് ഹാറൂൻ റഷീദിനോടൊപ്പം അവിടുത്തെ ബഗ്ദാദിന്റെ ഏറ്റവും മനോഹരമായ കൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ രണ്ടുപേരും സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ അന്നത്തെ പ്രഗത്ഭനായ പണ്ഡിതൻ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തങ്ങളവരുകൾ ആ കൊട്ടാരത്തിന്റെ മുമ്പിലൂടെ അവിടുത്തെ ശിഷ്യഗണങ്ങളോടൊപ്പം കടന്നു പോകുന്നത്. ആ കാണുന്ന വേളയിൽ സുബൈദ ചോദിക്കുന്നുണ്ട് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മത്തോട്, ഭർത്താവാകുന്ന, രാജ്യത്തിന്റെ ഖലീഫയാകുന്ന, അബ്ബാസികളിൽ പ്രഗത്ഭനാകുന്ന ഹാറൂൻ റഷീദിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആ കടന്നു പോകുന്ന പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കാണോ, നിങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠമത്തായ ആൾ? ഹാറൂൻ റഷീദ് യോഗ്യനായ ഒരു ഭരണാധികാരിയായതുകൊണ്ട്, ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഹാറൂൻ റഷീദ് പറഞ്ഞു, സംശയമെന്ത്, ആ പോകുന്ന അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തന്നെയാണ്, ആ പോകുന്ന അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തന്നെയാണ്. സുബൈർ ഞെട്ടിപ്പോയി. സുബൈർ ഹാറൂൻ റഷീദിനോട് ചോദിച്ചു, അതെങ്ങനെ ശരിയാകും? നിങ്ങൾ അബ്ദുൽ മുബാറക് അടക്കം അനവധി പണ്ഡിതന്മാരുള്ള ഈ മഹത്തായ ഇസ്ലാമിക രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഖലീഫയല്ലേ? നൂറുകണക്കിന് പണ്ഡിതന്മാർ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് തങ്ങളെ പോലെ ഇവിടെ ഉണ്ടല്ലോ. അവരെയെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഖലീഫയാകുന്ന നിങ്ങൾ, അവരെക്കാൾ, നിങ്ങളെക്കാൾ ആദരവ് അവർക്കാണെന്ന് പറഞ്ഞാൽ അവരെക്കാൾ ആദരിക്കപ്പെടേണ്ടത് നിങ്ങളല്ലേ, നിങ്ങൾക്കല്ലേ ഖിലാഫത്തുള്ളത്? ഹാറൂൻ റഷീദ് ഒരു പുഞ്ചിരി തൂകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുബൈറയോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മമേ, നിനക്ക് തെറ്റിപ്പോയി. ഹാറൂൻ റഷീദിന്റെ ഭരണത്തിന്റെ ഖഡ്ഗം, ഭരണത്തിന്റെ ആയുധമുണ്ടല്ലോ, വടി അസൽ ഖിലാഫ, അതെന്റെ കയ്യിൽ നിന്നും പോയി പോകുന്നതോടെ എന്നെ കുറിച്ചുള്ള ആദരവുകളും ബഹുമാനങ്ങളുമെല്ലാം നശിച്ചു പോകും, അവസാനിച്ചു പോകും. എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വഫാത്തായാൽ പോലും അവിടത്തെ കുറിച്ചുള്ള ആദരവുകൾക്ക് അവസാനമുണ്ടാവുകയില്ല. അതാണ് പരിശുദ്ധമായ ഇൽമിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നതിന്റെ അവദാനം, മഹത്വം എന്ന്
എന്ന് പറയുന്നത്. റഹ്മാനായ റബ്ബ് ആ മഹാന്മാരായ മുൻഗാമികളുടെ പാതയെ പിൻപറ്റിക്കൊണ്ട് ആ മഹത്തരമായ സുഹബത്തിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഉസ്താദന്മാരെ പാദാനുപാദം അനുധാവനം ചെയ്തുകൊണ്ട് അവരുടെ വാക്കുകളെ അനുസാരം ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും വലിയ തൗഫീഖിനെ പ്രദാനിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഈ മഹത്തായ സ്ഥാപനത്തിലേക്ക് എളിയ ക്ഷണം നൽകിയതിന് വലിയ നന്ദിയും കടപ്പാടും ഇവിടുത്തെ മഹാന്മാരായ ഉസ്താദുമാർക്ക് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. എങ്ങനെ 5 മിനിറ്റ് പറയാം. ഞാനിവിടെ കഴിഞ്ഞ ആഴ്ച ജഫർ ഉസ്താദ് കോളേജിൽ വന്നിരുന്നു. നമ്മൾ ഗുരുനാഥന്മാരെ കുറിച്ചാണല്ലോ പറയണത്. അപ്പൊ ജഫർ ഉസ്താദിനെ കാണുമ്പോ ഇന്ന് വന്ന് കാണുമ്പോ കുറച്ചും കൂടെ ആൾ ക്ഷീണിച്ചേക്കണം. അപ്പൊ ഞാൻ മൂപ്പരോട് ചോദിച്ചില്ല, മൂപ്പരുടെ അസ്വഹാബിനോട് ചോദിച്ചു, കോളേജിൽ ക്ഷണിക്കാമെന്നിപ്പോ കണ്ടതിനേക്കാളും ആള് ക്ഷീണിച്ചല്ലോ, ഇതെന്താ ഇങ്ങനെ ക്ഷീണിച്ചേക്കണം? നമുക്ക് തന്നിട്ടുള്ളത് നല്ല ഭക്ഷണമാണ്, നല്ല ബിരിയാണി, നല്ല മന്തി എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ചോദിച്ചപ്പോ പറയാണ്, മൂപ്പര് രാവിലെ നാസ്തയ്ക്കൽ അങ്ങനെ വലിയ പതിവില്ല, ഉച്ചക്ക് മാത്രം കുറച്ച് ഭക്ഷണം കഴിക്കുക, രാത്രി മൂപ്പര് കഞ്ഞിയാണ് കുടിക്കുന്നത്. അല്ലാഹു തആല ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം പരിശുദ്ധമായ ദീനിന്റെ ഖിദ്മത്തുകളിൽ സേവന പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കാൻ അല്ലാഹു വലിയ തൗഫീഖ് പ്രദാനിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. 5 മിനിറ്റ് കൂടെ പറയണം എന്ന് പറഞ്ഞു. പറഞ്ഞാൽ കേൾക്കുക എന്ന് പറയുന്നത് നല്ല പിള്ളേരുടെ സ്വഭാവവും പറഞ്ഞാൽ കേൾക്കാതിരിക്കുക എന്ന് പറയുന്നത് കെട്ട പിള്ളേരുടെ സ്വഭാവം ആയതുകൊണ്ട് 5 മിനിറ്റ് കൂടെ തുടരുകയാണ്. ഞാൻ അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് കരുതി കൊണ്ടുകൂടെയാണ് അവസാനിപ്പിച്ചത്. ഞാൻ എന്നാലും ഉസ്താദ് പറഞ്ഞതിന് പക്കം 5 മിനിറ്റ് കൂടെ നീട്ടുകയാണ്. ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് പറഞ്ഞ വാക്ക് അതാണ് പൊന്നായ വാക്ക്. ഇൽമിന്റെ ഒരു മഹത്വം ഒരിക്കലും അവസാനിക്കുന്നത്. ഖുർആൻ നിങ്ങൾ നോക്കൂ, മനുഷ്യവർഗത്തിന്റെ ആദരവിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ ഒരു പദപ്രയോഗമുണ്ടല്ലോ, മാറ്റമില്ലാത്ത പദപ്രയോഗം, വലഖദ് കറംനാ ബനി ആദം. അത് നോക്കിയാൽ മതി. വലഖദ് കറംനാ ബനി ആദം. എന്റെ ജലാലത്തിനെ കൊണ്ട് തന്നെ സത്യം, എന്റെ ജമാലത്തിന്റെ സിഫത്തുകളെ കൊണ്ട് തന്നെ സത്യം, നിശ്ചയമായും ബനൂ ആദമിനെ ഞാൻ ആദരിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ശ്രദ്ധേയമായൊരു പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് റബ്ബ് ഇങ്ങനെ പറഞ്ഞത് എന്നതാണ് ആ ചോദ്യം. ആദമിന്റെ മക്കളെ നിശ്ചയം നാം ആദരിച്ചിരിക്കുന്നു എന്ന് റബ്ബ് പറയാൻ കാരണം എന്താണ്? ബനു ആദം എന്ന് പറഞ്ഞാൽ ഒരു പദമല്ല, അത് 2 പദമാണ്. ആദമിന്റെ മക്കൾ എന്നാണ് ആ പദം. ഇവിടെ അർത്ഥം മനുഷ്യവർഗം എന്നാണ്. മനുഷ്യവർഗം എന്ന് പറയാൻ ബനിയാദം എന്ന പദം പ്രയോഗിക്കേണ്ട കാര്യമല്ല, ഇൻസാൻ എന്ന പദം പ്രയോഗിച്ചാൽ മതി. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന അർത്ഥമുണ്ട്, ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന അർത്ഥമുണ്ട്. ഖുർആൻ അനവധി ഇടങ്ങളിൽ മനുഷ്യവർഗത്തെ കുറിച്ച് പറയാൻ അൽ ഇൻസാൻ എന്ന പദമാണ് വ്യാപകമായി ഉപയോഗിച്ചത്. വൽ അശ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഖരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. ഇങ്ങനെ ഖുർആൻ നമ്മൾ നോക്കിയാൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അൽ ഇൻസാൻ എന്ന പദമാണ് ഖുർആൻ ധാരാളമായി മനുഷ്യവർഗത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ മനുഷ്യവർഗത്തിന്റെ ആദരവിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു തആല വലഖദ് കറംനൽ ഇൻസാന എന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന് അങ്ങനെ പറയാമായിരുന്നു. വലഖദ് കറംനൽ ബശറ എന്ന് പറഞ്ഞില്ല. അല്ലാഹു തആല അൽ ഇൻസാന എന്ന് പറയാൻ അവസരമുണ്ടായിരുന്നിടത്ത് ബനി ആദമ എന്ന് പറയാവതുമല്ല. അല്ലാഹു പറഞ്ഞുകൂടാന്നല്ല, പറയാവതുമല്ല. എന്തുകൊണ്ടാ പറയാൻ പാടില്ലാത്തത്? ഒരു പദത്തെ കൊണ്ട് ഒരർത്ഥം പറയാമെന്നിരിക്കെ, ഒരു പദത്തെ കൊണ്ട് ഒരർത്ഥം പറയാമെന്നിരിക്കെ അവിടെ പരിശുദ്ധ ഖുർആനിൽ അതേ അർത്ഥം 2 പദം ഉപയോഗിച്ച് പറഞ്ഞുകൂടല്ലോ. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സാഹിത്യ സമ്പൂർണമായ ഗ്രന്ഥമല്ലേ ഖുർആൻ? ലോകത്തിലെ തന്നെ ഏറ്റവും സാഹിത്യ സമ്പൂർണമായ ഗ്രന്ഥമല്ലേ ഖുർആൻ? ആ ഖുർആനിൽ മനുഷ്യനെന്നർത്ഥം പറയാൻ അൽ ഇൻസാൻ എന്ന പദം മതിയായിരിക്കെ, അൽ ബശർ എന്ന പദം മതിയായിരിക്കെ, ഒരു പദത്തെ കുറിച്ച് കൊണ്ട് പറയാവുന്ന അർത്ഥത്തെ 2 പദം വരുന്ന മുറക്കബായ പദം എന്ന് പറയും. അറബി ഭാഷാ സാഹിത്യത്തിൽ മുറക്കബായ പദത്തെ കൊണ്ട് പറയാവതല്ല. അൽ ഇൻസാൻ എന്ന് പറയുന്ന മുഫ്രദായ ഏകകമായ പദത്തെ കൊണ്ട് പറയാൻ അവസരമുള്ള അർത്ഥത്തെ 2 പദങ്ങളെ കൊണ്ട് പറയാവതല്ല. എന്തുകൊണ്ടാണ് റബ്ബ് 2 പദങ്ങളെ കൊണ്ട് പറഞ്ഞത്? അവിടെയാണ് പണ്ഡിതന്മാര് തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നത് മനുഷ്യവർഗത്തിന്റെ ആദരവിന്റെ മാർഗം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ആദരിച്ച മാർഗം ഏതാണോ ആ മാർഗമാണ് മനുഷ്യവർഗത്തിന്റെ ആദരവിന്റെ മാർഗം. അത് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ആദം നബിയെ ആദരിച്ച മാർഗമേതാ? അതാണ് മന്ദിരായ ഹംസ ഉസ്താദ്
വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വാഖിറു കലാമി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആറക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മർഹബാ നൂറ ഐനി മർഹബാ ജദ്ദൽ ഹുസൈനി മർഹബാ അഹ്ലാ സഹ്ലാ മർഹബാ യാ ഖൈറ ദാഇ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحين إن شاء الله في هذا المجلس إن شاء الله يلقي إليكم خطبة وجيزة مؤثرة في قلوبنا الشيخ أحمد محمد إسماعيل الصاحب من عمان إن شاء الله وهو يخطب إليكم إن شاء الله. بارك الله فيه. نحن اجتمع في بيت جعفر أستاذ من قبل نتحدث في الأمور الكثير في الأمور الهند في أمور العالم خصوصا في أمور فلسطين. بارك الله فيه وهو يأتي إلينا للخطبة إن شاء الله. نحن ندعوه نحن نفضله إلى الخطبة. بارك الله فيه إن شاء الله.